1960കളിലും 70കളിലുമൊക്കെ ഭാരത സർക്കാർ നേരിട്ട വലിയൊരു പ്രശ്നമായിരുന്നു ഈ ഭക്ഷ്യക്ഷാമം എന്ന് പറയുന്നത്. ഭക്ഷ്യക്ഷാമം വർദ്ധിച്ചു വരുന്ന ജനസംഖ്യ കോടികളായിട്ട് ഇങ്ങനെ കൂടിക്കൂടി വരുന്നു. അതിനനുസരിച്ച് ഭക്ഷ്യ സാധനങ്ങളുടെ ഉൽപ്പാദനം നടക്കുന്നില്ല. നമ്മളപ്പോഴും അമേരിക്കക്കാരൻ്റെയോ വിദേശ രാജ്യങ്ങളുടെയൊക്കെ ഈ മെയ്സ് പൊടിയും പാൽപ്പൊടിയൊക്കെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കേണ്ടി വരുന്നൊരവസ്ഥ, പണം ഉണ്ടെങ്കിൽ പോലും റേഷൻ കടയിൽ പോലും റേഷൻ കിട്ടാത്തൊരവസ്ഥ, അങ്ങനെയൊക്കെ വന്നപ്പോൾ ഈ ഭക്ഷ്യധാന്യങ്ങളുടെ ഉൽപ്പാദനം അല്ലെ ഭക്ഷ്യക്കമ്മിയും വർദ്ധിച്ചു വരുന്ന ജനസംഖ്യയും തമ്മിൽ ഒരു തരത്തിലും നമുക്കൊന്ന് ടാലിയാക്കി എടുക്കാൻ പറ്റുന്നില്ല. അങ്ങനൊരു അവസ്ഥ വന്നപ്പോൾ സർക്കാർ വളരെ കാര്യമായിട്ട് ആനന്ദ ജീവിതം കുടുംബാസൂത്രണത്തിലൂടെ എന്നൊക്കെ പറഞ്ഞിട്ടൊരു ക്യാമ്പയിനൊക്കെ തുടങ്ങി. പിന്നെ അതിനുശേഷമാണ് നാം രണ്ട് നമുക്ക് രണ്ട്, അതായത് നമ്മൾ രണ്ട്, ഞാനും ഭാര്യയും, നമുക്ക് 2 പിള്ളേർ മതി, നമുക്ക് 2 എന്ന് പറയുന്നത്. പിന്നെ നാം ഒന്ന് നമുക്കൊന്ന്, നമ്മൾ ഞാനും ഭാര്യയും കൂടെ ഒന്നല്ല, പിന്നെ അതിൽ ഒരു കൊച്ചു പോരെയെന്ന് ചോദിക്കുന്ന ആ ഒരു രീതിയിലേക്കൊക്കെ ഈ കുടുംബാസൂത്രണ കുടുംബത്തിനെ ഡെവലപ്പ് ചെയ്തുകൊണ്ട് വരുന്ന ഒരു രീതി ഉണ്ടാകും. അപ്പോൾ അതിൻ്റെ തുടക്കത്തിലുള്ള ഈ 60 കാലഘട്ടത്തിൽ വന്ന ഒരു സിനിമയാണ് ഉള്ളത് മതി എന്നാണ് ആ പടത്തിൻ്റെ പേര്. 1967 ആ സിനിമ വന്നത്. അതിന് കുറേ പ്രത്യേകതയുണ്ട്. ഇപ്പോൾ അങ്ങനെ ഒരു സിനിമ ഇറങ്ങിയതായിട്ടോ ഇതൊന്നും അധികം പേർ ഓർത്തിരിക്കാനായിട്ട് സാധ്യതയില്ല. അതുകൊണ്ടാണ് ആ സിനിമയെക്കുറിച്ച് പറയുന്നത്. അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതകൾ എന്ന് പറഞ്ഞാൽ ഈ സർക്കാരിൻ്റേത് കാര്യം ഇങ്ങനെ അതായത് ഒരു സ്വദേശ ചിത്രമാണ്. ഇന്ന പോലത്തെ ഒരു സന്ദേശം പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ വേണ്ടി എടുത്തൊരു പടമാണെങ്കിൽ പോലും അത് ഡയറക്റ്റായിട്ട് ഇതൊരു ഡോക്യുമെൻ്ററി, ചില ഭാഗങ്ങളിലൊക്കെ ഡോക്യുമെൻ്ററി സ്വഭാവമൊക്കെ ഉണ്ട്. സേതുമാധവൻ സാറാണ് സംവിധാനം ചെയ്തിരിക്കുന്നത്. എന്നാലും രസകരമായിട്ട് പോയൊരു പടമായിരുന്നു. ഇപ്പോൾ അതിൻ്റെ പ്രിൻ്റ് ഒക്കെ ലഭ്യമാണോ എന്ന് എനിക്കറിയില്ല. ഉള്ളത് മതി. അതിൽ എസ് പി പിള്ളയാണ് നല്ലൊരു വേഷം ചെയ്തിരിക്കുന്നത്. പുള്ളി കുട്ടൻ നായർ എന്ന് പറഞ്ഞൊരു ഓട്ടംതുള്ളൽ കലാകാരനായിട്ടാണ് വരുന്നത്. പുള്ളിക്ക് ഓട്ടംതുള്ളലൊക്കെ അറിയാമായിരുന്നു. പണ്ട് ഇവിടെ വള്ളത്തോളിൻ്റെ കീഴിൽ പോയിട്ട് ആദ്യം സ്വന്തം ജീവിതത്തിൽ പുള്ളി ഓട്ടംതുള്ളൽ പഠിക്കുകയൊക്കെ ചെയ്തിട്ടുള്ള ആളാണ്. അപ്പോൾ തുള്ളലൊക്കെ എല്ലാം ഗംഭീരമായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ സന്താനഗോപാലൻ തുള്ളൽ അവതരിപ്പിക്കുന്നതായിട്ടാണ് ഈ പടം തുടങ്ങിയിരിക്കുന്നത് തന്നെ. ഉള്ളത് മതി എന്ന് പറയുന്നത് വളരെ രസകരമായിട്ടുള്ളൊരു പടമായിരുന്നു. അതുപോലെ 6 മക്കളുള്ള വേറൊരു കുടുംബം, 6 പെൺമക്കൾ നിറഞ്ഞ് നിൽക്കുക എന്ന് പറയുന്നത്. ഈ നിറഞ്ഞ് നിൽക്കുക എന്നൊക്കെ പറഞ്ഞാൽ അന്നൊരു പെങ്കൊച്ചിനെ കെട്ടിച്ച് വിടുക എന്ന് പറഞ്ഞാൽ എത്ര രൂപയുടെ ചിലവുണ്ട്. ഒരു സദ്യ നടത്തണം, ഇതിന് സ്വർണ്ണം ഇതൊക്കെ കൊടുക്കണം, സ്ത്രീധനം ഉണ്ടായിരുന്നു, സ്ത്രീധനം കൊടുക്കണം, ഇവളെ അണിയിച്ചൊരുക്കി 4 പേരുടെ മുമ്പാകെ പ്രസൻറ്റ് ചെയ്യത്തക്ക രീതിയിൽ ഇറക്കി വിടണം. അങ്ങനെ പിന്നെ ഈ ചെറുക്കൻ്റെ വീട്ടുകാരുടെ ഡിമാൻഡുകൾ എന്താണ്, ഇതിനൊക്കെ വഴങ്ങി കൊടുക്കേണ്ടിയിരുന്ന ഒരു കാലഘട്ടത്തിലാണ് ഈ കഥ നടക്കുന്നത്. അപ്പോൾ ഒരു 6-7 പെൺമക്കളുള്ളൊരു വീടാണെങ്കിൽ എന്ത് ചെയ്യും? അങ്ങനത്തെ ഇതിന് പാരലായിട്ട് 3 പിള്ളേർ മാത്രമുള്ള ഒരു ക്രിസ്ത്യൻ ദമ്പതികളുടെ ഇതും കൂടെ കാണിച്ചപ്പോൾ ഇത് തമ്മിലൊരു കമ്പാരിസണൊക്കെ ഓഡിയൻസിന് തോന്നത്തക്ക രീതിയിൽ കുട്ടികളുടെ എണ്ണം കുറഞ്ഞിരുന്നാൽ, അതായത് ഫാമിലിയിലെ അംഗങ്ങളുടെ എണ്ണം കുറഞ്ഞിരുന്നാൽ കുറേ കൂടെ സന്തോഷമായിട്ട് സുഖമായിട്ട് ജീവിക്കാൻ പറ്റും. അങ്ങനെയൊക്കെയുള്ളൊരു മെസ്സേജ് കൊടുക്കുന്ന ഒരു പടമായിരുന്നു ഈ ഉള്ളത് മതി എന്ന് പറയുന്നത്. ഇതിൽ പറഞ്ഞല്ലേ ഈ രാഷ്ട്രീയമായിട്ടുള്ള അല്ലെങ്കിൽ ഇതിന് താല്പര്യമുള്ളൊരു സബ്ജക്റ്റ് ആയിരുന്നുകൊണ്ട് ഈ പടത്തിൽ അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന, അതിനു മുമ്പ് പ്രധാനമന്ത്രിയായിരുന്ന, അന്നത്തേക്ക് അദ്ദേഹം മരിച്ചുപോയി, പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൻ്റെ ഒരു പ്രസംഗം, അതിൻ്റെ ഒരു വീഡിയോ ഇതൊക്കെ കാണിക്കുന്നുണ്ട് പടത്തിൽ. അദ്ദേഹത്തിൻ്റെ പ്രസംഗം കേൾപ്പിക്കുന്നുണ്ട്. അദ്ദേഹം പ്രസംഗിക്കുന്നുണ്ട് ഈ രാഷ്ട്രത്തിൻ്റെ ഭാവി എങ്ങനെ ആയിരിക്കണം എന്നുള്ള അദ്ദേഹത്തിൻ്റെ ചില ആശയങ്ങളെക്കുറിച്ചൊക്കെ പറയുന്നൊരു സാധനമുണ്ട്. അതുപോലെ തന്നെ മുഖ്യമന്ത്രിയായിട്ടിരുന്ന EMSൻ്റെ പ്രസംഗം കാണിക്കുന്നുണ്ട്. പുള്ളിയും ഈ കുടുംബക്ഷേമത്തിന് ഊന്നൽ നൽകേണ്ടതിൻ്റെ ആവശ്യകത ഇതെല്ലാം പറഞ്ഞിട്ടുള്ളൊരു പ്രസംഗത്തിൻ്റെ ഭാഗങ്ങളും ഇതൊക്കെ കാണിക്കുന്നുണ്ട്. അങ്ങനെ ഇതൊക്കെ ആ പടം കാണാനായിട്ടുള്ള, അന്ന് TV ഇതൊന്നും ഇല്ലല്ലോ. അപ്പോൾ ഈ പടം കാണാനായിട്ട് പ്രേരകശക്തിയായിരുന്ന ചില ഘടകങ്ങളാണ് ഇത്. പിന്നെ എടുത്തു പറയേണ്ട കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ഇതിലെ ഈ പാട്ടുകൾ പലരും എഴുതിയിട്ടുണ്ട്. വയലാർ എഴുതിയിട്ടുണ്ട്, ഭാസ്കർ മാഷ് P. ഭാസ്കരൻ എഴുതിയിട്ടുണ്ട്, കണിയാപുരം രാമേന്ദ്രൻ എഴുതിയിട്ടുണ്ട്, കുമാരനാശാൻ്റെ ഒരു കവിത തന്നെ എടുത്തിട്ടുണ്ട്, തിക്കുറിശി എഴുതിയൊരു പാരഡി പാട്ടുണ്ട്. ഈ തിക്കുറിശിയുടെ പാരഡി പാട്ടെന്ന് പറഞ്ഞാൽ, തിക്കുറിശി പാരഡികൾ ഇടുന്നതിൽ അഗ്രഗണ്യൻ എന്ന് പറഞ്ഞാൽ അതിനെ കൂടുതൽ പറയാൻ വയ്യ. അദ്ദേഹത്തിൻ്റെ പാരഡി പാട്ടുകളെക്കുറിച്ച് നമുക്ക് പൊതു സമൂഹത്തിൽ പറയാൻ പറ്റില്ല. പലതും അശ്ലീലത്തിൻ്റെ തന്നെ ഇത് ലംഘിക്കുന്ന രീതിയിലുള്ള പാട്ടുകളായിട്ട് അത് പറയാൻ പറ്റില്ല. അതല്ലാതെയുള്ള പാട്ടുകളും പുള്ളി എഴുതിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത, ഏത് മലയാള പടം ഏത് പാട്ടിറങ്ങി കഴിഞ്ഞാലും ഈ പാട്ടിൻ്റെ പാരഡി ഉണ്ടാക്കിയിട്ട് പുള്ളി അത് എഴുതിയ ആൾക്കാരെ ഫോണിലൂടെ വിളിച്ചിട്ട് പാടി കേൾപ്പിക്കുമായിരുന്നു പറയുന്നത്. അപ്പോൾ അങ്ങനത്തെ ഇതൊക്കെയുള്ള വളരെ രസികനായിട്ടുള്ളൊരു, എനിക്ക് നേരിട്ടറിയാവുന്ന ആൾ കൂടിയാണ് കുറിച്ച്. അപ്പോൾ അദ്ദേഹം എഴുതിയ ഒരു പാരഡി പാട്ട് ഇതിലുണ്ട്. അപ്പോൾ അത് ഇപ്പോൾ പാടിക്കഴിഞ്ഞാൽ
കാരണം അത് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു പാട്ടാണ്. വയലാർ ദേവരാജൻ ടീമിൻ്റെ ശകുന്തള എന്ന് പറയുന്ന പടത്തിൽ ദേശ് എന്ന രാഗത്തിൽ ദേവരാജ മാഷി ചിട്ടപ്പെടുത്തിയിരിക്കുന്നൊരു ഇതുണ്ടല്ലോ. ശംഖുപുഷ്പം കണ്ണെഴുതുമ്പോൾ ശകുന്തളേ നിന്നെ ഓർമ്മ വരും, ശാരദ സന്ധ്യകൾ മരവുരിഞ്ഞുറിയും. ഇത് രസമായിട്ട് ദേവരായ മാഷി ട്യൂൺ ചെയ്ത് വെച്ചിരിക്കുന്ന പാട്ടാണ്. അത് ആസ് ഇറ്റ് ഈസ് അടിച്ച് മാറ്റി ലിറിക്സ് മാറ്റിയിട്ട് LPR വർമ്മയുടെ മ്യൂസിക് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. LPR വർമ്മ ബാക്കി പാട്ടുകൾ ചെയ്തിരിക്കുന്ന LPR വർമ്മയാണ് മ്യൂസിക് ചെയ്തിരിക്കുന്നത്. ഇത് തെക്കുറിശി എഴുതിയിരിക്കുന്നതാണ്. ശങ്കുപിള്ള കണ്ണിറുക്കുമ്പോൾ ശകുന്തളേ നിന്നെ ഓർമ്മ വരും, ചേർത്തലമുക്കിലെ ബസ് സ്റ്റോപ്പ് കാണുമ്പോൾ. അങ്ങനെ ഒരു പാട്ടുണ്ട്. അങ്ങനെ പാരഡി ഇതിൽ മൊത്തം ഒരു വിനോദ ഹാസ്യരസപ്രധാനമായിരുന്നൊരു സിനിമയായിരുന്നുണ്ട്. പ്രേക്ഷകന് രസിക്കാൻ പറ്റുന്ന രീതിയിലുള്ള, പ്രത്യേകിച്ച് അന്നത്തെ കാലത്തെ പ്രേക്ഷകർക്ക് രസിക്കാൻ പറ്റുന്ന രീതിയിലുള്ള വിഭവങ്ങളെല്ലാം ചേർത്തുള്ളൊരു പടമായിരുന്നു ഇത്. ഒത്തിരി ഗ്രാമസേവികയായിട്ട് ഇത് വരുന്നുണ്ട്. സത്യൻ, നസീർ, മധു, ഇവർ 3 പേരും കൂടെ ഒരുമിച്ച് അഭിനയിച്ചിരിക്കുന്ന പടമാണ് ഈ ഉള്ളത് മതി എന്ന് പറയുന്നത്. എല്ലാം അധികം ലെങ്ത് ഇല്ല, എല്ലാവർക്കും ലെങ്തി സീനുകളൊന്നുമില്ല, എന്നാലും ഇവരുടെ എല്ലാ സാന്നിധ്യം ആ പടത്തിലുണ്ട്. അതിൽ LPR വർമ്മയുടെ ഇത് വയലാർ എഴുതിയൊരു നല്ലൊരു പാട്ടുണ്ട്. അജ്ഞാതസഖീ ആത്മസഖീ അനുരാഗ നർമ്മദാ തീരത്തു നിൽപ്പൂനി. ആ പാട്ട് ഞാനിത് എടുത്തു പറയാൻ കാര്യം, LPR വർമ്മ വളരെ കുറച്ച് ചെയ്തിട്ടുണ്ട്. വളരെ കുറച്ച് സിനിമകൾക്ക് പാട്ടുകൾ കമ്പോസ് ചെയ്തിട്ടുള്ളൂ. പക്ഷേ വളരെ രസകരമായിട്ടുള്ള പാട്ടുകൾ ചെയ്തിട്ടുള്ള ആളാണ്. സ്ഥാനാർത്ഥി സാറാമയ്ക്ക് വേണ്ടി അക്കരപ്പച്ചയിലെ അഞ്ജന ചോലയിലെ എന്നുള്ള പാട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ തൊട്ടാവാടി, ഉപാസന ആ പാട്ടൊക്കെ ചെയ്തിരിക്കുന്നത് LPR വർമ്മ. അദ്ദേഹത്തെക്കുറിച്ച് ഈ വേറെ പടങ്ങൾ വരുമ്പോൾ ഞാൻ ഇനിയും പറയാം പാട്ടുകളെക്കുറിച്ച്. അപ്പം അങ്ങനെയുള്ള പിന്നെ കുമാരനാശാൻ്റെ ഒരു കവിത, ഞങ്ങൾക്കൊക്കെ സ്കൂളിൽ ചെറിയ ക്ലാസ്സിൽ 2-ലോ 3-ലോ പഠിക്കാൻ 4-ലായിരുന്നു തോന്നുന്നു. ഈ വല്ലിയിൽ നിന്ന് ഈ വല്ലിയിൽ നിന്നു ചെമ്മേ പൂക്കൾ പോകും നീതാ പറന്നമ്മേ. ആ പാട്ട് ആ പാട്ട് പാടിയിരിക്കുന്ന AP കോമളയും രേണുകയും ചേർന്നാണ്. ഇവരെയൊക്കെ പേരുകൾ ഇപ്പോൾ എത്ര പേര് ഓർക്കുന്നുണ്ടെന്നുള്ളതിൽ അറിയില്ല. പഴയ മലയാള സിനിമ ഈ ചലച്ചിത്രഗാനം, മലയാളം മാത്രമല്ല തമിഴ്, തെലുങ്ക് പാട്ട്, ഈ ഇതിലൊക്കെ നന്നായിട്ട് ഒത്തിരി പാട്ടുകൾ പാടിയിട്ടുള്ള ആൾക്കാരാണ് ഈ കോമള, രേണുക, ഇങ്ങനെയൊക്കെ ഉള്ളവർ. AP കോമള ആന്ധ്ര സ്വദേശിനിയായിരുന്നു, തെലുങ്കാണ് മാതൃഭാഷ. പക്ഷെ അവർ ഈ നാടകഗാനല്ലേ ദേവരാമാഷ ചക്കരപ്പന്തലിൽ തേന്മഴ അത് പാട്ടിരിക്കുന്നവരാണ്. പിന്നെ ആദ്യകിരണങ്ങളുടെ പാട്ട് സിനിമയിലെ കിഴക്ക് ദിക്കിലെ ചെന്തെങ്ങിൽ കരിക്കു പൊന്തിയ നേരത്ത് മുരിക്കും തയ്യെ ആ പാട്ട് പാടിയിരിക്കുന്നത്. പിന്നെ കുട്ടിക്കുപ്പായത്തിൽ വെളുക്കുമ്പോൾ കുളിക്കുവാൻ പോകുന്ന വഴിവക്കിൽ ഈ പാട്ടൊക്കെ പാടിയിരിക്കുന്ന AP കോമളയാണ്. പിന്നെ രേണുക പാടിയിരിക്കുന്ന കാട്ടിലെ കുയിലിൻ കൂട്ടിൽ ആ പാട്ട്. പിന്നെ ഓടയിൽ നിന്നൊരു പാട്ടല്ലോ, അമ്മേ 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 നമ്മുടെ അമ്പിളി അമ്മാവനെപ്പോൾ വരും, ആ പാട്ട് പാടിയിരിക്കുന്നത് അതൊക്കെ രേണുക പാടിയിരിക്കുന്നത്. അപ്പോൾ ഇവർ 2 പേരും കൂടി ചേർന്നാണ് ഈ കുമാരനാശാൻ്റെ ഈ വല്ലിയിൽ നിന്നു ചെമ്മേ. അന്ന് വലിയ ഹിറ്റായിരുന്നു ആ പാട്ട്. പ്രത്യേകിച്ച് കുമാരനാശാൻ്റെ പദ്യം എന്നുള്ള രീതിയിൽ വളരെ ഹിറ്റായിട്ടുള്ള പാട്ടായിരുന്നു അത്. പിന്നെ ഇതിൽ ഞാനൊരു കാശ്മീരി സുന്ദരി എന്ന് പറഞ്ഞ് തുടങ്ങുന്നൊരു പാട്ടുണ്ടായിരുന്നു. അത് കാശ്മീർ തുടങ്ങി കേരളം വരെയുള്ള പല പല സംസ്ഥാനങ്ങളിലെ സുന്ദരികളായിട്ടുള്ള സ്ത്രീകളെ കാണിച്ചുകൊണ്ടുള്ള പെൺകുട്ടികളെ കാണിച്ചുകൊണ്ട് അവരുടെ വേഷവിധാനങ്ങൾ ഒരു ദേശീയോദ്ഗ്രഥന സ്വഭാവമൊക്കെ ഉള്ളൊരു പാട്ട് ഭാസ്കര മാഷ് എഴുതിയതുണ്ടായിരുന്നു. അതും നല്ലൊരു പാട്ടാണ്. ഞാനിപ്പോൾ അതിൻ്റെ കൃത്യമായിട്ടുള്ള ഒരു ട്യൂൺ ഞാൻ ഓർക്കുന്നില്ല. അങ്ങനെ ഒരു പാട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു ഹാസ്യഗാനമായിട്ട് മാരൻ വരുന്നെന്ന് കേട്ടപ്പോൾ വാസന്തിച്ചേച്ചിക്കു മന്ദഹാസം അങ്ങനെ പറഞ്ഞിട്ടൊരു പെണ്ണ് കാണാൻ വരുന്നത്. അത് ഈ 6-7 പെൺമക്കളുള്ള ഒരു വീട്ടിലേത് പറഞ്ഞില്ലേ. അപ്പോൾ അവിടുത്തെ മൂത്ത ചേച്ചിക്ക് കല്യാണാലോചന വരുമ്പോഴത്തേക്കും അനിയത്തിമാരെ കളിയാക്കി പാടുന്നൊരു പാട്ടെന്നുള്ള രീതിയിലായിരുന്നു. അപ്പോൾ അങ്ങനെ ഇതെല്ലാം കൂടെ ചേർന്നിട്ട് ഒരു ദേശീയോദ്ഗ്രഥനവും കുടുംബാസൂത്രണത്തിൻ്റെ ആവശ്യകത ഇതെല്ലാം കൂടെ പറഞ്ഞു വരുന്നത്. അതിൽ ഈ പടം വരുന്ന സമയത്ത് വേറെ പ്രത്യേകതയും കൊണ്ട് ഈ കുടുംബാസൂത്രണം അതിനുള്ള ഉപാധികൾ ഇങ്ങനെ പറയുന്ന ഓരോ വാക്കും ഇതെന്തോ വളരെ മോശപ്പെട്ട സംഭവമാണ്, ഭയങ്കര അശ്ലീലമാണ്. അപ്പോൾ അതിൽ ഒരു
എന്തെങ്കിലും അതിനായിട്ട് ബന്ധപ്പെട്ടൊരു വാക്ക് പറഞ്ഞാൽ പോലും അശ്ലീലമാണ്, ഇത് പിള്ളേർ തെറി പറഞ്ഞു കേട്ടോ എന്നൊക്കെ പറഞ്ഞ് സ്കൂളിൽ പരാതി ചെല്ലുക, അങ്ങനെയൊക്കെയുള്ളൊരു കാലഘട്ടത്തിലാണ് ഇത് വരുന്നത്. അശ്ലീലം എന്നുള്ളൊരു തോന്നൽ വരാത്ത രീതിയിലാണ് ഇതിൻ്റെ തിരക്കഥ. ജഗതി NK ആചാര്യാണ് തിരക്കഥ എഴുതിയിരിക്കുന്നത്. പിന്നെ സേതുമാധവൻ സംവിധാനം ചെയ്തിരിക്കുന്നു. വളരെ രസകരമായിട്ടുള്ള ഇതാണ്. ഇതിൻ്റെ അകത്ത് പല കാര്യങ്ങളും, പല ഡയലോഗുകൾക്കും അങ്ങനത്തെ കുഴപ്പം വരാമായിരുന്നതാണ്. കൂടുതൽ ഞാൻ പറയുന്നില്ല അതിൻ്റെ എന്നാലും പാളിപ്പോയ ചില സാധനങ്ങളുണ്ട് അതിൽ. പണ്ട് ഈ കുടുംബാസൂത്രണത്തിന് വേണ്ടിയിട്ട് വന്ധ്യംകരണ ശസ്ത്രക്രിയ, പുരുഷന്മാർക്ക് വാസക്ടമി എന്ന് പറഞ്ഞിട്ടൊരു സാധനമുണ്ട്. അപ്പോൾ ഇതിനെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ട് ചില സമ്മാനങ്ങളൊക്കെ കൊടുക്കും. എനിക്ക് തോന്നുന്ന പൈസയായിട്ട് കൊടുക്കുമായിരുന്നു. ഇതിൻ്റെ ഓപ്പറേഷന് വിധേയനായി കഴിഞ്ഞാൽ 20 രൂപയോ അങ്ങനെ ഉണ്ടോ കൊടുക്കുന്നത്. അത് കൃത്യം എനിക്കറിയില്ല, ഇങ്ങനെ പറഞ്ഞു കേട്ടുള്ള അറിവ്, ഞാനൊന്ന് പയ്യനാണ്. പിന്നെ അതിനും പുറമെ ഒരു പ്ലാസ്റ്റിക് ബക്കറ്റ് കൊടുക്കുമായിരുന്നു. അപ്പോൾ ഈ ഇന്ന ചേട്ടൻ ഒരു ബക്കറ്റുമായിട്ട് വരുന്ന കണ്ടു എന്നൊക്കെ പറഞ്ഞാൽ അന്ന് കുറേ കാലത്തേക്ക് ചിരിക്കാനും പറയാനും ഉള്ളൊരു വിശേഷമായിട്ട് ഇപ്പോഴും മനസ്സിലുണ്ട് ഈ ബക്കറ്റ് എന്ന് പറഞ്ഞൊരു സാധനം. ഇപ്പോഴും ആരെങ്കിലും അറിയാതെ, അതിനൊക്കെ കാലം കഴിഞ്ഞിട്ട് എത്രയോ കാലമായി. എന്നാൽ ഈ ബക്കറ്റ് കാണുമ്പോൾ പലപ്പോഴും ഈ ചിലർ ബക്കറ്റുമായിട്ട് പോകുന്നതൊക്കെ കാണുമ്പോൾ ഈ ഒരു തോന്നൽ മനസ്സിൽ വരും. എന്തായാലും ഈ പടം രസകരമായിട്ടുള്ളൊരു പടമായിരുന്നു. ഉള്ളത് മതി എന്ന് പറയുന്നത് മലയാളത്തിലെ ഒട്ടുമിക്കവാറും താരങ്ങൾ അഭിനയിച്ചൊരു പടമായിരുന്നു. പ്രത്യേകിച്ച് SP പിള്ളയൊക്കെ നന്നായിട്ട് ചെയ്തൊരു പടം. ഇത് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല, കാണാനായിട്ട് പറ്റുകയില്ല. ഇങ്ങനെ പടം ഇറങ്ങി കുടുംബാസൂത്രണത്തിനെ ബേസ് ചെയ്ത്. പിന്നെ ഇത് വിനോദ നികുതിയിൽ നിന്ന് ഒഴിവാക്കി കളിക്കാനായിട്ടുള്ള അവസരം കൊടുത്തു. അതുകൂടാതെ സർക്കാർ എൻ്റെ പ്രിൻ്റുകൾ വാങ്ങിച്ചിട്ട് ഈ ആശയം പ്രചരിപ്പിക്കാനായിട്ട് കേരളത്തിലെ ഗ്രാമാന്തരങ്ങൾ തോറും ഇത് കൊണ്ടു നടന്നിട്ട് ഉത്സവപ്പറമ്പിൽ, ചന്തയിൽ, അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇത് കൊണ്ടുപോയിട്ട്, അല്ലെ വൈകിട്ട് അനൗൺസ് ചെയ്തിട്ട് വൈകിട്ട് 7 മണിക്ക് അല്ലെ 6 മണിക്ക് നേരെ ഇരുട്ടി കഴിഞ്ഞാൽ അവിടെയൊക്കെ ഇതിൻ്റെ പ്രദർശനം നടത്തുക. 16mm പ്രിൻ്റും ഒക്കെ ആയിട്ട് പോയാൽ മതിയല്ലോ. അങ്ങനെ ഇത് വളരെയധികം പോപ്പുലറായി, ജനങ്ങളുടെ ഇടയ്ക്ക് വളരെയധികം പോപ്പുലാരിറ്റി കിട്ടിയൊരു പടമായിരുന്നു ഈ ഉള്ളത് മതി. അതായത് ഇനി കുട്ടികൾ കൂടുതൽ വേണ്ട, ഉള്ളത് മതി